ഓക്കെ, നിങ്ങൾ ടാസ്ക് എടുത്തിട്ടുണ്ട്. എ ഡേ ഇൻ മൈ ലൈഫ് പറയണം. രാവിലെ എഴുന്നേക്കും, പല്ല് കഴിക്കും, ഇൻസ്റ്റാഗ്രാം നോക്കും, കിടക്കും. എഴുന്നേക്കും, പല്ല് കഴിക്കും, ഇൻസ്റ്റാഗ്രാം നോക്കും, കിടക്കും. വൈകുന്നേരം ആകുമ്പോൾ ചായ കുടിക്കും, ഇൻസ്റ്റാഗ്രാം നോക്കും, കിടക്കും. കുറച്ച് സമയം യൂട്യൂബിൽ സമയം ചെലവഴിക്കാറുണ്ട്. രാത്രി ആകുമ്പോൾ ഉറങ്ങും. പണ്ടത്രങ്ങൾ സംഭവിക്കാറുണ്ട്. ഇപ്പൊ കണ്ടു. നിഖിലേക്ക് ഇവിടെ ഒരു പുതിയ വീട് വെക്കണ്ടേ എറണാകുളത്ത്? വേണ്ട. ഞാൻ എന്താ നിഖില, നിങ്ങൾക്ക് ഹോം ടൂർ ചെയ്യാനല്ലേ? അല്ല, മൈൽ സ്റ്റോണിൽ അവൻ ഇന്റർവ്യൂ എടുക്കായിരുന്നു, ഇവള് വേറെ ചാനലിൽ ഇന്റർവ്യൂ എടുക്കായിരുന്നു. അപ്പൊ ജസ്റ്റ് കണ്ടു. ഞാൻ എന്തോ ഒരു ഫോട്ടോ ചോദിച്ചാണ് ഫസ്റ്റ് ഞങ്ങൾ മെസ്സേജ് അയക്കാൻ തുടങ്ങി. ആരുടെ ഫോട്ടോ ചോദിച്ചു? അല്ല, എന്റെ തന്നെ ഒരു ഫോട്ടോ ഫോണിൽ എടുത്തായിരുന്നു. അപ്പൊ അത് ചോദിച്ചാണ്. കള്ളപ്പാടുവാ. എവ്രിവേർ ഉണ്ട്. ഞങ്ങൾ ഒരു ആൾ പെർമിറ്റ് ഇന്ത്യയിൽ അറിയാം. எவ்ரிவேர் நாங்க அங்கனே போயிட்டே இருக்கோம். எங்கனே ஆ தக் லைஃப். எனக்கு தமிழ் நல்லா தெரியும். நீ சொல்ற மலையாளம் எனக்கு புரியல. ഞാനൊരു സെലിബ്രിറ്റി ആണെന്ന് എന്റെ ഫാമിലി റിയലൈസ് ചെയ്ത ദിവസം. അവരിപ്പോഴും റിയലൈസ് ചെയ്തിട്ടുണ്ടോന്ന് എനിക്ക് അറിയില്ല. ദിവസം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെള്ളിയാഴ്ച. മറ്റേതെന്താ പറയുന്നത്? കമ്മി. അതും കൂടെ പറയാം. സംഖ്യ പറയണ കമ്മി. കമ്മിയിലേക്ക് വരട്ടെ. സംഖ്യ കമ്മി എന്നുള്ള മുദ്ര കുത്തുന്നുണ്ട്. അത് പല ഇതിലും എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ നിങ്ങൾ രണ്ടുപേരും അങ്ങനെ കുത്തിയിരിക്കുന്ന നമ്മുടെ ജാനു നികേഷ് സാറും ഒക്കെ ഇരിക്കുന്ന ഒരു മീറ്റ് ഇപ്പോഴും അത് പൊങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരേ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. എന്തിന്റെ ഞങ്ങളൊന്നും അങ്ങനെയല്ല എന്നാണ് ഇതിൽ നിന്നൊക്കെ തെളിയുന്നതെന്നാണ്. പക്ഷെ നിങ്ങളുടെ മനസ്സിൽ ഉള്ളിൽ എപ്പോഴും ഒരു സ്നേഹം മാത്രമല്ലേ ഉള്ളൂ. നീല അല്ല, എന്റെ ഉള്ളിൽ എനിക്ക് രാഷ്ട്രീയമുണ്ട്. ആരും അറിഞ്ഞില്ല. പേരായിട്ട് എനിക്ക് തോന്നി കഥ ഇന്ന് വരെ ഒരു ക്യൂരിയോസിറ്റി തോന്നുന്നു നമുക്ക് പേര് കേൾക്കുമ്പോൾ. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിരുന്നു ഈ പേര് കേട്ടപ്പോ? ഞങ്ങൾ അത്ര ചിന്തിക്കാറില്ല. ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല. എന്റെ പേര് അജീഷ് എന്താന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല, ഇപ്പഴല്ലേ ആലോചിച്ച. അതാ ഞാൻ ക്യാമ്പസ് ജീവിതമൊക്കെ ഉണ്ടല്ലോ. ഇല്ല, എന്റെ ക്യാമ്പസ് ജീവിതമൊക്കെ ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴും സിനിമ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താ വെച്ചാ ഈ കുറച്ച് ദിവസം കോളേജിൽ പോവാ, കുറെ ദിവസം സിനിമയിൽ അഭിനയിക്കുക, അങ്ങനെയാണ്. അപ്പൊ എനിക്ക് പ്രണയിച്ച സമയമില്ല, സൗകര്യം. പ്രണയം എല്ലാത്തിനും ഒരു പരിഹാരമാണ്. മരുന്നാണ് എല്ലാത്തിനും.